ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ബോബി ചെമ്മണ്ണൂരിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നുള്ളത്. നിങ്ങൾക്കറിയുന്നത് പോലെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആളെത്തിയതും അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുമൊക്കെ തന്നെ സ്വമേധയെ കേസെടുത്തുകൊണ്ടാണ് ഹൈക്കോടതി ശാസനാരൂപത്തിൽ അദ്ദേഹത്തോട് മേലാൽ ആവർത്തിക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകിയത്. എന്തായാലും അദ്ദേഹത്തിന് പിന്നീട് ജയിലിലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം. പ്രൈം ടൈം ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. പ്രതിപക്ഷ പാർട്ടികളുടെയും ക്രൈസ്തവ സഭകളുടെയും എതിർപ്പിന് പിന്നാലെ വനനിയമ ഭേദഗതി ബില്ല് സംസ്ഥാന സർക്കാർ ഉപേക്ഷിക്കുന്നു. ബില്ലിലെ ആശങ്കകൾ പരിഹരിക്കാതെ സർക്കാർ മുന്നോട്ട് പോകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറഞ്ഞു. നിയമ ഭേദഗതി ദുർവിനിയോഗം ചെയ്യാൻ ഇടയുണ്ട് എന്ന ആശങ്ക സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതോ ആശങ്കയിലാക്കുന്നതോ ആയ ഒരു നിയമ ഭേദഗതിയും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. മലയോരത്തെ ജനങ്ങൾക്കിടയിൽ ആശങ്ക വിതച്ച വനനിയമ ഭേദഗതിക്കെതിരെ പ്രതിപക്ഷം രാഷ്ട്രീയ ജാഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ നാടകീയമായ പിൻവാങ്ങൽ. ആശങ്കകൾ പരിഹരിക്കുമെന്ന് ഉറപ്പല്ല, നിയമനിർമ്മാണം തന്നെ ഉപേക്ഷിക്കുമെന്ന പ്രഖ്യാപനം സർക്കാരിനെതിരായ നീക്കങ്ങളോടുള്ള ശക്തമായ പ്രതിരോധമാണ്. വനം നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരമൊരു സാഹചര്യത്തിൽ തുടരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി വേണം കേന്ദ്ര സർക്കാർ വനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീരുമാനമെടുക്കാനെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വന്യജീവികളുടെ ആക്രമണത്തിൽ ആളുകൾക്കും വളർത്തുമൃഗങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടുന്നത് അങ്ങേയറ്റം ദുഃഖകരമായ കാര്യമാണ്. ഇതിനെ എങ്ങനെ ശാശ്വതമായി ചെറുക്കാൻ കഴിയുമെന്നതാണ് സർക്കാർ ആലോചിക്കുന്നത്. നിയമഭേദഗതിയിൽ നിന്ന് പിന്മാറിയതോടെ മുന്നണിക്കകത്തും ക്രൈസ്തവ സഭകൾക്കിടയിലുള്ള എതിർപ്പ് ഇല്ലാതാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. 24 തിരുവനന്തപുരം. ശ്രീരാജ് കാലിക്കറ്റ് ചോദിക്കുന്നു, താങ്കൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂടെയാണോ അതോ ഹണി റോസിൻ്റെ കൂടെയാണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ സത്യത്തിൻ്റെ കൂടെയാണ്. ശ്രീരാജ് കാലിക്കറ്റ്, താങ്കൾ മനസ്സിലാക്കുക. അപ്പോൾ ശ്രീരാജിൻ്റെ അടുത്ത ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. സത്യം അപ്പോൾ എവിടെയാണ്? അത് താങ്കൾ കണ്ടുപിടിച്ചോളൂ. ജനവികാരം ശക്തമാകുമെന്ന് കണ്ടാണ് വനനിയമ ഭേദഗതി ബിൽ സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നതെന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നു. കേരള കോൺഗ്രസ് എം നടത്തിയ പോരാട്ടത്തിന് വിജയമാണെന്ന് ചെയർമാൻ ജോസ് കെ മാണി. സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്ത് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനി. വനനിയമ ഭേദഗതി ബില്ലിൽ നിന്ന് സർക്കാർ യു-ടേൺ അടിച്ചത് നന്നായെന്ന് പി വി അൻവർ. ജനവികാരം ശക്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാണം കെട്ട് ഇത് പിൻവലിക്കേണ്ട ഗതികേടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും അതിൽ വലിയ സന്തോഷമുണ്ട്. കർഷകർക്കെതിരായിട്ടുള്ള ഇങ്ങനെയുള്ള നിയമങ്ങൾ അത് ഉപേക്ഷിച്ചതിൽ ഏറ്റവും അധികം സന്തോഷം. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മലയോര ജനത, കർഷക സമൂഹം, പ്രത്യേകിച്ച് വനാതിർത്തികളിൽ താമസിക്കുന്നവർ ഏറെ ആശങ്കകളോടെ സമരരംഗത്തായിരുന്നു. അവരുടെ ആശങ്കകൾ സർക്കാർ ഗൗരവമായി എടുത്തു എന്നുള്ളത് ഞങ്ങൾക്ക് ആശ്വാസം പകരുന്ന കാര്യമാണ്. എൻ്റെ ഒരു നിയമസഭാ അംഗത്വം ജനങ്ങൾക്ക് തിരിച്ച് സമർപ്പിച്ചിട്ടാണെങ്കിൽ പോലും ജനങ്ങൾ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിലാണ് എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സർക്കാർ നിന്ന് പിന്മാറിയിട്ടുള്ളത്. ഇന്ന് വന്ന ഏറ്റവും സങ്കടകരമായ ഷോക്കിംഗ് ആയിട്ട് വാർത്തയാണ് നിലമ്പൂർ മൂത്തേടത്ത് കാട്ടാനാക്രമണത്തിൽ ഒരു ആദിവാസി വീട്ടമ്മ കൊല്ലപ്പെട്ടു എന്ന കാര്യം. ഉച്ചക്കുളം ആദിവാസി ഊരിലെ സരോജിനിയാണ് ഇന്ന് മരിച്ചത്. ഊര് നിവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഈ സ്ഥലത്ത് പ്രതിഷേധിച്ചു. നിലമ്പൂരിൽ നാളെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ SDPI ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 11 മണിയോടെയാണ് സരോജിനി വനവിഭവ ശേഖരണത്തിനായി കാടിനുള്ളിലേക്ക് പോയത്. കാട്ടാനക്കൂട്ടത്തിന് മുൻപിൽപ്പെട്ട സരോജിനിയെ ആന ആക്രമിച്ചു. സംഭവ സ്ഥലത്ത് തന്നെ സരോജിനി മരിച്ചു. പ്രദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട UDF BJP നേതാക്കൾ സ്ഥലത്ത് പ്രതിഷേധിച്ചു. കളക്ടറോ സബ് കളക്ടറോ നേരിട്ടെത്തി പ്രശ്നപരിഹാരം ഉറപ്പുവരുത്തും വരെ മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു പ്രതിഷേധക്കാർ. മൂന്ന് മണിയോടെ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി എത്തി. പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാമെന്ന ഉറപ്പു നൽകി. ഫെൻസിംഗ്, ട്രഞ്ചിംഗ് തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും സരോജിനിയുടെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്നും
സബ് കളക്ടർ വ്യക്തമാക്കി. This fencing requirement is the first priority. Second, there is a trench already made here, but it requires maintenance. That work will be done. Very urgent requirement, very immediate interventions are required. Everybody is well aware of the situation and immediate steps will be taken for addressal. തുടർന്ന് 4:30 സരോജിനിയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. നാളെയാണ് സരോജിനിയുടെ സംസ്കാരം. 24 മലപ്പുറം. ടി കെ അബൂബക്കർ പറയുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങളുടെ താല്പര്യങ്ങൾ എന്താണെന്നറിയാതെ ഇടതുപക്ഷ സർക്കാർ ഓരോ നിയമങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ്. അത് സർക്കാരിനോട് ചോദിച്ചാലേ നമുക്കറിയാൻ കഴിയൂ. ഇനി നമുക്ക് വയനാട്ടിലേക്കാണ്. ആടുകളെ വേട്ടയാടാൻ തുടങ്ങി 9 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വനം വകുപ്പിനെ പിടികൊടുക്കാതെ പുൽപ്പള്ളിയിലെ കടുവ. ഇന്നലെ രാത്രി ആടിനെ കൊന്ന കടുവയെ തേടി വനംവകുപ്പ് ഒരുപാട് തെരച്ചിൽ നടത്തി നോക്കി, പക്ഷേ കണ്ടെത്താനായില്ല. ആടിക്കൊല്ലിയിൽ പുല്ലരിഞ്ഞവർ കടുവയെ കാണുകയും ചെയ്തു. കടുവ ദൗത്യത്തിനായി പുൽപ്പള്ളി പഞ്ചായത്തിലെ 3 വാർഡുകളിൽ ഇപ്പോൾ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമരക്കൊല്ലി തൂപ്രയിലെ ചന്ദ്രന്റെ ആടിനെയാണ് ഇന്നലെ രാത്രി കടുവ പിടികൂടിയത്. വീട്ടുകാർ ബഹളം വെച്ചതോടെ കടന്നു കളഞ്ഞു. ഭയങ്കര സൗണ്ട് കേട്ടപ്പം ഞാൻ ജനൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയല്ലേ, അതുകൊണ്ട് ജനൽ തുറന്ന് വടി കൊണ്ട് അടിച്ചപ്പം പറഞ്ഞ് അങ്ങോട്ട് കൂടും പൊളിച്ച് അങ്ങോട്ട് ചാടി. ഞാൻ TV ന്യൂസ് കണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒച്ചപ്പാട് കേട്ടത്, കൂട് പൊളിച്ച് അകത്ത് കയറിയത്. അപ്പോൾ പെട്ടെന്ന് ജനൽ തുറന്ന് നോക്കിയപ്പോൾ ഈ സാധനം ചാടി ഓടുന്ന കണ്ടു. വെറ്ററിനറി സംഘം മരുന്ന് നിറച്ച തോക്കുമായി കാത്തുനിന്നു. കൊന്നിട്ടയാടിനെ തേടി വന്നുപോയെങ്കിലും മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല. ഈ ആടിനെ പിടിച്ച് കൊന്ന് വീട്ടിൽ തന്നെ തമ്പടിക്കുകയും കടുവ വീണ്ടും വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ വെച്ചിട്ട് ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഫലപ്രാപ്തി കണ്ടില്ല. കടുവ 1 കിലോമീറ്റർ അകലെയുള്ള ആടിക്കൊല്ലി ഭാഗത്തേക്ക് കടന്നു. വെള്ളക്കെട്ട് എന്ന സ്ഥലത്ത് പുല്ലരിഞ്ഞിരുന്ന പീറ്ററും ഭാര്യയും കടുവയെ നേരിൽ കണ്ടു. അങ്ങോട്ട് മാറിപ്പോയി ഈ ചാലിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഒരു നടന്ന് വളരെ സ്ലോവിലാണ് നടന്നു വന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒരു മീഡിയം വലിപ്പമുള്ളൂ, അധികം വലിപ്പം എന്ന് പറയാനില്ല സാധനം. RRT സംഘം തിരച്ചിലിനിറങ്ങി. ഡ്രോൺ പറത്തി. തക്കത്തിൽ കിട്ടിയാൽ മയക്കുവെടി എന്ന നിലപാടിലേക്ക് എത്തി വനംവകുപ്പ്. എന്നാൽ കടുവ കാണാമറയത്ത് തന്നെ. ദൗത്യത്തെ ബാധിക്കാതിരിക്കാൻ പുൽപ്പള്ളി 8, 9, 11 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 വയനാട്. ഈ സ്ഥലത്ത് ജനങ്ങൾ വല്ലാത്ത ഭീതിയിലാണ്. കാരണം എല്ലാവിധമായ ഒരുക്കങ്ങളും നടത്തുമ്പോഴും ഒരറ്റത്ത് ഒരുക്കങ്ങൾ നടക്കുന്നു, മറ്റേ അറ്റത്ത് കടുവ വന്ന് ആടിനെ കൊന്നു തിന്നുന്നു. അപ്പോൾ ഇത് കടുവ വളരെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ള തോന്നൽ അവിടുത്തെ ആളുകളെ വല്ലാത്ത ഭീതിയിലാക്കിയിട്ടുണ്ട്. പക്ഷേ മയക്കുവെടി വെച്ച് പിടിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് രാവിലെ മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ എന്നാലും അങ്ങനെ ആകട്ടെ എന്നാണ് സൂരജ് ആർ മാറനാട് പറയുന്നു. സ്പാം കമൻറ്റുകൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ വേണം, സ്ലോ മോഡിലാക്കണമെന്നൊക്കെ അദ്ദേഹം പറയുന്നു. കമൻറ്റുകൾ വൃത്തികെട്ട രീതിയിലേക്ക് മാറുന്നു, മര്യാദയുടെ സീമകൾ ലംഘിക്കുന്നു എന്നൊക്കെ പ്രേക്ഷകർ പറയുന്നു. സൂരജ് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ നമ്മുടെ ഗൗരവമായ ശ്രദ്ധ പതിയും. ഇതിനെതിരെ തന്നെയാണ് നമ്മളിപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് നെറികൾ എഴുതി പിടിപ്പിച്ച് ഒരു സന്തോഷമാണല്ലോ അതൊക്കെ. അവർക്ക് ഒരു ആത്മരതിയിലാണ് അവർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരെ നമുക്ക് ഈ കമൻറ്റ് ബോക്സിൽ നിന്ന് പുറത്താക്കിയേ പറ്റൂ. നമുക്ക് നോക്കാം. നടി ഹണി റോസിൻ്റെ പരാതിയിലെടുത്ത ലൈംഗിക അതിക്രമ കേസിൽ ജാമ്യം ലഭിച്ചിട്ടും ജയിലിന് പുറത്തിറങ്ങാതിരുന്ന ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് മാപ്പ് അപേക്ഷിച്ച നിരുപാധികം രക്ഷപ്പെട്ടു. മാപ്പ് അപേക്ഷ അംഗീകരിച്ച ഹൈക്കോടതി ബോബിക്കെതിരായ തുടർ നടപടികൾ ഇന്ന് അവസാനിപ്പിച്ചു. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്ന് ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി താക്കീതും കൊടുത്തു. ബോബി ഷോ കോടതിയുടെ അടുത്ത് ചെലവാകില്ലെന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയത്. കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ ട്രാഫിക് ബ്ലോക്ക് കാരണമാണ് ജാമ്യ ഉത്തരവ് സമയത്ത് ജയിലിൽ എത്താതിരുന്നതെന്നും സംഭവിച്ചതിൽ ദുഃഖമുണ്ടെന്നും ബോബി ചെമ്മണ്ണൂർ വിശദീകരിച്ചു. കോടതിയെ അപമാനിക്കാൻ ഉദ്ദേശിച്ചില്ലെന്നും ബോബി ചെമ്മണ്ണൂർ 24നോട് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട് ഇക്കാര്യത്തില്. കോടതിയെ ബഹുമാനിക്കുന്നു. എനിക്ക് നീതിന്യായ വ്യവസ്ഥയിൽ വളരെ വിശ്വാസമുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ മാപ്പ് പറയുകയുണ്ടായി. വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാപ്പ് പറയാൻ എനിക്ക് യാതൊരു ഈഗോ കോംപ്ലക്സും ഒന്നുമില്ല. ബോബി എപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു എന്നതല്ല പ്രശ്നം, മറിച്ച് സഹതടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇത്തരം നടപടി എന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള യുദ്ധപ്രഖ്യാപനമാണെന്ന് കോടതി വിലയിരുത്തി. ഒളിമ്പിക്സിൽ മെഡൽ നേടിയതുപോലെയാണ് ബോബി ജയിലിന് പുറത്തേക്ക് വന്നതെന്നും ഹൈക്കോടതി പരിഹസിച്ചു. ബോബി ചെമ്മണ്ണൂർ നാടകം കളിക്കുന്നുവെന്നായിരുന്നു നേരത്തെ ഹൈക്കോടതിയുടെ വിമർശനം. റിമാൻഡ് തടവുകാരുടെ വക്കാലത്ത് ബോബി എടുക്കേണ്ട, തടവുകാരുടെ കാര്യം നോക്കാൻ നീതിന്യായ വ്യവസ്ഥയുണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്നതിന് വ്യക്തമായ കാരണം പറഞ്ഞില്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്നും
അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. തുടർന്നാണ് ബോബി നിരുപാധികം മാപ്പപേക്ഷിച്ചത്. 24 കൊച്ചി. നാടകീയതകൾക്കൊടുവിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായി. ജാമ്യം ലഭിച്ചിട്ടും ഇന്നലെ പുറത്തിറങ്ങാത്തതിൽ ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചതോടെ തിടുക്കത്തിൽ ജാമ്യ വ്യവസ്ഥകൾ പാലിച്ച് പുറത്തിറങ്ങി. സഹതടവുകാരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ജയിലിൽ തുടർന്നതെന്ന വാദം ബോബി ചെമ്മണ്ണൂർ പിന്നീട് തിരുത്തി. നടി ഹണി റോസിനെ അപമാനിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ഇന്നലെ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ നാടകീയ രംഗങ്ങളാണ് ജയിലിനകത്തും പുറത്തും അരങ്ങേറിയത്. ജാമ്യ ഉത്തരവുമായി ജയിലിന് മുന്നിലെത്തിയ അഭിഭാഷകരോട് ജയിലിൽ ഉത്തരവ് കൈമാറേണ്ട എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ നിർദ്ദേശം. ഇതിനു പിന്നാലെ ജയിലിന് പുറത്ത് ആരാധകർ എന്ന് അവകാശപ്പെട്ടെത്തിയ ഒരു കൂട്ടം ആളുകൾ മുദ്രാവാക്യം വിളിച്ചും കോടതിയെ വെല്ലുവിളിച്ചുമാണ് നിലയുറപ്പിച്ചത്. ജാമ്യ മെമ്മോ ലഭിച്ചിട്ടും ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ താമസിച്ചാൽ അത് അഭിഭാഷകർക്ക് തിരിച്ചടിയാവുമെന്ന് ബോബി ചെമ്മണ്ണൂരിനെ നേരിട്ട് ബോധ്യപ്പെടുത്താനായിരുന്നു ഇന്ന് അഭിഭാഷകരുടെ ശ്രമം. ഓർഡർ നമുക്ക് കിട്ടാൻ കുറച്ച് വൈകി. അവിടെ നിന്ന് കോടതിയിൽ നിന്ന് കിട്ടിയതിന് ശേഷം ഇവിടെ എത്തുമ്പോൾ ട്രാഫിക്കിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇവിടെ എത്താൻ കുറച്ച് വൈകിയത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ സമയം കഴിഞ്ഞു പോയി. അപ്പോൾ എന്തുകൊണ്ട് എത്തില്ല എന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചുള്ളൂ. ഇപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇറങ്ങാം എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ ഹൈക്കോടതി സ്വമേധയെ കേസ് പരിഗണിക്കാൻ തീരുമാനിച്ചതോടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്തതിൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ഇങ്ങനെ: തീരുമാനിച്ചിട്ടില്ല. കുറച്ചു പേർക്ക് ജാമ്യം കിട്ടിയവര് പൈസ ഇല്ലാത്തതുകൊണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ വേണ്ടി. ബോബി ചെമ്മണ്ണൂരിന് പിന്തുണയുമായി പുരുഷ കൂട്ടായ്മ എന്ന പേരിൽ ഒരു വിഭാഗം ജയിലിന് മുന്നിലെത്തിയത് തർക്കത്തിനിടയാക്കി. പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനുള്ള ഇവരുടെ ശ്രമം പോലീസ് തടഞ്ഞു. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. ഇപ്പോൾ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങൾ കാണുന്നു. അതിന്റെ തത്സമയം ഒരു പരാതി ഉയർന്നു വന്നു, മലയാളത്തിലും പ്രസിദ്ധീകരിച്ചു. അപ്പോഴേക്കും കുറേയേറെ പരാതികൾ അത് സംബന്ധിച്ച് ലഭിക്കുകയുണ്ടായി. ആ ഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിൽ ന്യായമായ ഏത് ഭേദഗതിക്കും ഏത് മാറ്റത്തിനും ഗവൺമെൻറ് തയ്യാറാണ്. കാരണം ഇതിൻ്റെ ഉദ്ദേശം ജനങ്ങളെ ദ്രോഹിക്കലല്ല, കർഷകരെ ദ്രോഹിക്കലല്ല. കർഷകദ്രോഹകരമായ ഏത് വ്യവസ്ഥയും അതിനകത്തുണ്ടെങ്കിലും അതൊക്കെ മാറ്റാൻ സർക്കാർ ഒരുക്കമാണ് എന്ന നിലപാടാണ് വനം മന്ത്രിയും വനം വകുപ്പും സ്വീകരിച്ചത്. തീർച്ചയായും അത് മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടും സമൂഹത്തോടും കൂടി തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ പിന്നെ എന്ത് സംഭവിച്ചു? മലയോരങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളല്ലാത്തവരും പ്രക്ഷോഭത്തിൽ വന്നു. അതിൽ പലർക്കും സതുദ്ദേശമല്ല. മലയോര മേഖലയിലെ ജനങ്ങളെ ഗവൺമെൻറ്റിനെതിരായി തിരിക്കാനുള്ള ഗൂഢാലോചന അതിനകത്ത് നടക്കുന്നതായി പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് നിലമ്പൂരിലൊരു പ്രക്ഷോഭം ആരംഭിച്ചത്. പിന്നീടത് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ഒരു സമരവുമായി മുന്നോട്ട് വന്നു. ഇപ്പോൾ UDFും സമരമായി മുന്നോട്ട് വരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ജനങ്ങളോട് യുദ്ധപ്രഖ്യാപനം നടത്തി ഏതെങ്കിലും ഒരു നിയമം പാസ്സാക്കുക എന്നത് ഞങ്ങളുടെ നിലപാടല്ല, നയമല്ല. അപ്പോൾ ഇതിലെ അനിവാര്യതകൾ ഇപ്പോൾ അത് ഒരു തർക്കത്തിൽ നിൽക്കുന്ന ഒരു കാലത്ത്, പ്രത്യേകിച്ച് മലയോര ജനങ്ങളെ മനസ്സിൽ തീക്കോരിയിട്ട് അവരെ സർക്കാർ വിരുദ്ധരാക്കി മാറ്റുന്നതിനുള്ള രാഷ്ട്രീയതര സംഘടനകളുടെ ഗൂഢശ്രമത്തിന് ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ഉചിതമല്ല എന്നാണ് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ കാര്യം പലവട്ടം ഒന്നിലധികം തവണ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഞാൻ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതൊരു അത്യാവശ്യമായ നിയമനിർമ്മാണമല്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നത്. അത്യാവശ്യമല്ല എന്ന് മാത്രമല്ല, ജനങ്ങളുടെ ഈ സർക്കാർ വിരുദ്ധ ശക്തികൾ നടത്തിയ പ്രചരണമാണ് ബലപ്പെട്ട് നിൽക്കുന്നത്. അവരുടെ മനസ്സിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവർക്ക് കൂടി ആവശ്യമായ വിധത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ മാത്രമേ സർക്കാർ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൽ പിന്നോട്ട് പോയി എന്നൊരു നിലപാടില്ല. ഞാൻ നേരത്തെയും വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ നിയമത്തിൽ ഭേദഗതി വരുത്താൻ പല സന്ദർഭങ്ങളുമുണ്ട്. ആ എല്ലാ അവസരവും ഉപയോഗപ്പെടുത്തി കുറ്റമറ്റ രീതിയിൽ മാത്രമേ കർഷക ദ്രോഹ നിലപാടുകൾ വല്ലതുണ്ടെങ്കിൽ അത് മാറ്റി മാത്രമേ നിയമസഭയിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ രൂപത്തിൽ തന്നെയാണ് ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചത്. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാകും, ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം വന്ന പ്രശ്നം ബഫർ സോണായിരുന്നു. അതുപയോഗിച്ച് മലയോര കർഷകരെ സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഈ ബഫർ സോൺ എന്ന സുപ്രീം കോടതി വനമന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഒരു തത്സമയമാണ് നിങ്ങൾ കണ്ടത്. സജി മാങ്കോട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഈ ഉത്സവകാലം സ്റ്റേജ് കലാകാരന്മാർക്ക് നല്ല സമയമാണ്. എന്നാൽ
ഈ രാത്രികാല നിയന്ത്രണം അവരുടെ വയറ്റത്തടിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താണ് SKN ഒന്നും മിണ്ടാത്തത്? സജി, തീർച്ചയായിട്ടും സ്റ്റേജ് കലാകാരന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. അവരതുകൊണ്ട് അന്നം നേടി നടക്കുന്ന ആളുകളാണ്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക തന്നെ വേണം. ഈ രാത്രികാല നിരോധനവും നിയന്ത്രണവും കൊണ്ട് നമ്മുടെ കലാകാരന്മാരെ വയറ്റത്തടിക്കാൻ പാടില്ല. അതിലൊക്കെ നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇനിയും നമ്മുടെ പ്രത്യേക ക്യാമ്പയിൻ 24-ന്റെ ക്യാമ്പയിൻ തുടരുകയാണ്. സൈബർ ബലിയാടുകൾ. ഈ വാർത്താ ചാനലിനും എനിക്കും സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനും ഒക്കെ എതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചാരണം നടത്തിയവർക്കെതിരെ സൈബർ പോലീസ് നിയമ നടപടി ആരംഭിച്ചു. കലാപാഹ്വാനത്തിന് കേസെടുത്താണ് പോലീസിന്റെ പുതിയ നീക്കം. നുണപ്രചാരണം നടത്തിയ കൂടുതൽ പേർക്കെതിരെ ഖത്തർ പോലെയുള്ള വിദേശ നാടുകളിലിരുന്ന് അപവാദ പ്രചാരണങ്ങൾ നടത്തിയ ആളുകൾക്കെതിരെ ഒക്കെ തന്നെ വരും ദിവസങ്ങളിൽ പരാതി നൽകുന്നുണ്ട്. അതിൻ്റെ നടപടികളും നടക്കുകയാണ്. പ്രതിഭ MLAയുടെ മകനുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയതിന് പിന്നാലെയാണ് 24-നും ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർക്കും കുടുംബാംഗങ്ങൾക്കും സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനുമെതിരെ സൈബർ ആക്രമണം തുടങ്ങിയത്. ബിജു നെടുമൺകാവ്, JKK ജയൻ എന്ന ജയകുമാർ, റഷീദ് പുത്തൻപുരയിൽ, പ്രജീഷ് ദാദു, രാം പാച്ചേനി എന്ന രാമചന്ദ്രൻ, കോമ്രേഡ് MV പ്രദീപൻ എന്നീ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമകൾക്കെതിരെയാണ് നിയമ നടപടി. ജനങ്ങളുടെ ഇടയിൽ കലാപാഹ്വാനം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാണ് പോസ്റ്റുകളെന്ന് എറണാകുളം സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ FIR-ലുണ്ട്. BNS, കേരള പോലീസ് ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നടപടി. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപം നടത്തിയ മറ്റുള്ളവരുടെ പോസ്റ്റുകൾ പരിശോധിച്ചു വരികയാണെന്നും ഇവർക്കെതിരെയും നിയമ നടപടി കൈക്കൊള്ളുമെന്നും 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ അറിയിച്ചു. 24 കൊച്ചി. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ ശരിക്കും രാഷ്ട്രീയ കക്ഷികളുടെ ഓഫീസുകളിലൊക്കെ ഇരുന്ന് ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അവരുടെ എണ്ണം കുറവാണെങ്കിലും അവരും കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പണിയെടുക്കുന്ന ആൾക്കാർക്കെതിരെ നിയമത്തിൻ്റെ വഴി പിടിച്ച് നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇങ്ങനെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ പുറമേ നിന്ന് ഇങ്ങനെയുള്ള സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് പറയുകയും ശക്തമായി എതിർക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ പിന്നിലിരുന്ന് അതേ ഓഫീസിലിരുന്ന് ചില കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്, നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അവർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇവരൊന്നും നിയമത്തിന് അതീതരല്ല. എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന ധാരണയിൽ ഇത്തരം സ്ഥലങ്ങളിലിരുന്ന് സൈബർ ഇടങ്ങളിൽ ആക്രമണം നടത്തുന്ന ആൾക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ വഴിപിടിച്ച് നടത്തുകയും 24-ന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഇത്തരക്കാരെ വെളിയിൽ കൊണ്ടുവരികയും ചെയ്യും. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. സങ്കടകരമായ ഒരു വാർത്തയാണ്. കൊച്ചിയിൽ നിന്നും ലണ്ടനിലേക്കുള്ള യാത്രയ്ക്കിടെ മലയാളി വിമാനത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചു. എറണാകുളം കുന്നുകര സ്വദേശി ജിജിമോൻ ചെറിയാനാണ് മരിച്ചത്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. ശ്യാംകുമാർ, ശരിക്കും എന്താണ് സംഭവിച്ചത്? SKN മരിച്ച ആൾ ഭാര്യയോടൊപ്പം അടുത്ത ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയിരുന്നത്. ഈ വിവാഹത്തിന് ശേഷം കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള യാത്രാമധ്യയാണ് വിമാനത്തിൽ വെച്ച് ഇദ്ദേഹത്തിന് ലണ്ടനിൽ ഇറങ്ങേണ്ട എയർപോർട്ടിനടുത്ത് എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയും വിമാനത്തിൽ കുഴഞ്ഞു വീഴുകയും ചെയ്തത്. പക്ഷേ ആശുപത്രി സേവനം ലഭ്യമായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരുന്നു എന്നാണ് ബന്ധുക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിമാനയാത്രക്കിടെ തന്നെയാണ് ഈ അപകടം ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഇവിടെ കേരളത്തിൽ ഒരു അടുത്ത ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തുകയും തൊട്ടടുത്ത ദിവസം മടങ്ങിപ്പോവുകയും ചെയ്യുമ്പോഴാണ് ഈ മരണം ഉണ്ടാകുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ശ്യാംകുമാറിൻ്റെ ഒരു വിവരം നമുക്ക് ചോദിക്കാനുണ്ടായി. ഞാൻ പറഞ്ഞത് നമ്മുടെ യൂട്യൂബിലെ പരാമർശമാണ്. സഞ്ജിത് സഞ്ജു ഒരു പരാമർശം നടത്തി. അദ്ദേഹം പറയുന്നത് നിങ്ങൾക്കും എന്തും പറയാനുള്ള അധികാരമില്ല. ഒരിക്കലും നമ്മളത് പറയുന്നില്ല. മാത്രവുമല്ല, ഏതെങ്കിലും വാർത്താ ചാനലോ ഇങ്ങനെയുള്ള മാധ്യമങ്ങളോ എന്തെങ്കിലും പിഴവ് വരുത്തിയാൽ കോടതിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അങ്ങനെ കോടതിയിൽ പോകണമെന്നാണ് നമുക്ക് പറയുന്നത്. ഷാഫി കൊമേരി SKN, നിങ്ങൾ എത്ര പൂട്ടിയിടാൻ ശ്രമിച്ചാലും ചില ഞരമ്പ് രോഗികൾ പിന്നെയും തലപൊക്കും പല പേജുകൾ. നമുക്ക് നോക്കാവുന്നേ. പലപ്പോഴും നമുക്ക് എന്താ സംഭവിക്കുന്നറിയാമോ? മലയാളികൾക്ക് ഈ കേസിന് പോകാനുള്ള ഈ പൊല്ലാപ്പും അലച്ചിലും ഒന്നും താങ്ങാനുള്ള ക്ഷമയില്ല. അവർ പറയും മെനക്കെട വിട്ടേക്കാമെന്ന് പറയും. പക്ഷെ നമ്മളങ്ങനെ മെനക്കെടായിട്ട് എടുക്കുന്നില്ല. ആരെങ്കിലും ഇത് തുടങ്ങി വെക്കണം എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോരാടാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും പോകാൻ തീരുമാനിച്ചിട്ടാണ് ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് സൗദി അറേബ്യയിൽ നിന്നൊരു സുഹൃത്ത് ചോദിക്കുന്നു, താങ്കൾക്കൊന്ന് ചിരിക്കാമോ എന്ന് ചോദിക്കുന്നു. അതായത് മുസ്തഫ അബ്ദുള്ള പറഞ്ഞു. ഞാനിങ്ങനെ സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഹായ് മുസ്തഫ, ഓക്കെ അല്ലേ? അതെ,
ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. കാർഷിക സർവകലാശാല ഉടച്ചു വാർക്കണം എന്ന വിദഗ്ധ സമിതിയുടെ ശുപാർശ വരുന്നു. ജനറൽ കൗൺസിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പുനഃസംഘടിപ്പിക്കണം. സർവകലാശാല ജീവനക്കാരെ പുനർവിന്യസിക്കണമെന്നും ഈ ശുപാർശയിൽ പറയുന്നുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ശ്രീജിത്ത് തിരുവനന്തപുരത്ത് ചേരുന്നു. ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ, ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനും ഇത്തരം റിപ്പോർട്ട് പരിഗണിക്കാനും ഉണ്ടായ സാഹചര്യം എന്താണ്? SKN കാർഷിക സർവകലാശാലയിലെ അക്കാദമിക പ്രവർത്തനങ്ങളടക്കം പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിദഗ്ധ സമിതിയെ പരിഷ്കരണം പഠിക്കാനായി നിയോഗിച്ചിരുന്നു. 2024 പരിഷ്കരണം സംബന്ധിച്ച സമിതിയെ നിയോഗിച്ചത്. അതിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ തയ്യാറായി സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ശുപാർശകൾ ഇവയാണ്. കാർഷിക സർവകലാശാലയുടെ അക്കാദമിക് സംവിധാനങ്ങളടക്കം ഉടച്ചു വാർക്കേണ്ടതുണ്ട്. ജനറൽ കൗൺസിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പുനഃസംഘടിപ്പിക്കണം. ജനറൽ കൗൺസിലും എക്സിക്യൂട്ടീവിനൊക്കെ ഇപ്പോൾ അക്കാദമിക കാര്യങ്ങളെക്കാൾ രാഷ്ട്രീയ വിഷയങ്ങൾക്കും സർവീസ് വിഷയങ്ങൾക്കുമാണ് പ്രാധാന്യമുള്ളത്. ഈ അക്കാദമിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് വിമർശിക്കുന്ന ഒരു കാര്യം. ജനറൽ കൗൺസിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പുനഃസംഘടിപ്പിക്കണം. ഈ സമിതികൾ രാഷ്ട്രീയ അതിപ്രസരമാണ് എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ജനറൽ കൗൺസിൽ റദ്ദാക്കണമെന്നും ശുപാർശയുണ്ട്. ശ്യാം മേനോൻ കമ്മിറ്റിയുടെ ശുപാർശ പരിഗണിച്ചുള്ള അതേ മാതൃകയിൽ വേണം അക്കാദമിക് ഈ സർവകലാശാലയുടെ അക്കാദമിക് സമിതികളിൽ ഒറ്റ സമിതി മാത്രമെന്നാണ് ശ്യാം മേനോൻ കമ്മിറ്റിയുടെ ശുപാർശ. അത് കാർഷിക സർവകലാശാലയും പിന്തുടരണമെന്നാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സർവകലാശാല ജീവനക്കാരെ ആസ്ഥാനത്ത് നടക്കം പുനർവിന്യസിക്കണമെന്നും ഈ റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ആവശ്യം കണക്കിലെടുത്തല്ല ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥ വിന്യാസം നടന്നിരിക്കുന്നത്. സർവകലാശാല ആസ്ഥാനത്തെ 77 ജീവനക്കാർ ദിവസം ഒരു ഫയലിൽ താഴെ മാത്രമാണ് നോക്കുന്നത്. 42 ജീവനക്കാർ 2 ഫയലിൽ മാത്രമാണ് നോക്കുന്നത്. അങ്ങനെ കൃത്യമായി ഫയൽ നോട്ടത്തിൻ്റെ എണ്ണം അടക്കം കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. സർവകലാശാല ആസ്ഥാനത്തെ 3-2 ജീവനക്കാരും അധികമായി ഉള്ള ജീവനക്കാരായി കണക്കാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അടിയന്തരമായി ഇവരെ പുനർവിന്യസിക്കണം. സൂപ്പർ ന്യൂമറിയായി തസ്തികയായി കണക്കാക്കി ഈ തസ്തികകളിലേക്ക് തൽക്കാലം നിയമനം നടത്തരുതെന്ന നിർദ്ദേശവും ഈ വിദഗ്ധ സമിതി സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ നാളെ പൊളിച്ച് പരിശോധന നടത്തും. ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് കല്ലറ പൊളിക്കാൻ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. കുടുംബത്തിന്റെ ഹർജിയിൽ കോടതി സർക്കാരിന് നോട്ടീസ് അയച്ചു. തിരുവനന്തപുരത്ത് കൂടുതൽ വിശദാംശങ്ങളുമായി ഷെഫീദ് റാവുത്തർ തത്സമയം ചേരുകയാണ്. ഷെഫീദ്, എന്തായാലും നാളെ ക്ലൈമാക്സ് പറയൂ. SKN ഉറപ്പായിട്ടും വിചിത്രമായ ഒരു നാടകത്തിന്റെ ക്ലൈമാക്സ് പക്ഷേ നമുക്ക് നാളെ പ്രതീക്ഷിക്കാം. ആ വിശ്വാസം, അന്ധവിശ്വാസം, ആചാരം ഇതൊക്കെ കൂട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ കൂട്ടി മറിഞ്ഞു കിടക്കുന്ന ഒരു സംഭവത്തിൽ അതിന് നിയമപരമായിട്ടുള്ള വസ്തുത തേടുകയായിരുന്നു നെയ്യാറ്റിൻകര പോലീസ് ചെയ്തത്. പക്ഷേ പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടായി. ഒടുവിൽ ഭാര്യ സുലോചന, നമ്മുടെ ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചനയുടെ ഹർജിയിലാണ് ഹൈക്കോടതിക്ക് മുൻപിൽ ഈ വിഷയമെത്തുന്നത്. ഹൈക്കോടതി നിയമപരമായി തന്നെ മുന്നോട്ട് പോകാം എന്ന് പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും അനുമതി നൽകി. SKN ഈ വിഷയത്തിന്റെ മുഴുവൻ ഒരു രത്നചുരുക്കം പോലെ നമുക്ക് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആറാലുമൂടിനടുത്തെ ഈ സ്ഥലത്ത് നിന്ന് ഈ വാർത്ത പൊങ്ങി വരുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ നാട്ടുകാരുടെ ഇടപെടൽ. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് തൻ്റെ പിതാവായിട്ടുള്ള ഗോപൻ സ്വാമിക്ക് സമാധിയിലേക്ക് പോകാൻ സമയമായെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും അദ്ദേഹം താനെ ഇറങ്ങി നടന്ന സമാധി മണ്ഡപത്തിലേക്ക് എത്തി സമാധിയിരുന്നു. ശേഷം മണിക്കൂറുകൾ നീണ്ട പൂജാകർമ്മങ്ങൾ. ഒടുവിൽ നമ്മൾ ഈ പറയുന്ന ബ്രഹ്മമുഹൂർത്തം എന്ന് പറയപ്പെടുന്ന സമയത്ത് അച്ഛൻ സമാധിയിലേക്ക് പോയി എന്നുള്ളതാണ് മക്കൾ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾക്ക് മുൻപിലും പോലീസിനും പറഞ്ഞ കാര്യം. അതിനുശേഷം വെള്ളിയാഴ്ച പുലർച്ചയോടുകൂടി ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നു ആ നാട്ടിൽ. ആ പോസ്റ്ററിൽ പറഞ്ഞത് ഗോപൻ സ്വാമി സമാധിയായി എന്നുള്ളതാണ്. അതിനുശേഷം നാട്ടുകാർ ഈ വിഷയത്തിൽ ചില സംശയങ്ങൾ ആരോപിക്കുന്നു. വിശ്വംഭരൻ എന്ന് പറയപ്പെടുന്ന അയൽവാസി ആദ്യം പരാതിയുമായി രംഗത്തെത്തുന്നു. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ കീഴിലുള്ള പോലീസ് ഇക്കാര്യത്തിൽ മിസ്സിംഗ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നു. അതൊരു മിസ്സിംഗ് കേസാണ്. നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള ഗോപൻ എന്നയാളെ കാണാനില്ല. അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തണം. കുടുംബം പറയുന്നു സമാധിയായി, ഒരു കോൺക്രീറ്റ് കെട്ടിടം, സമാധി പീഠമെന്ന് അവർ പറയുന്നു. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് അതൊരു കോൺക്രീറ്റ് ഒരു ഭാഗം മാത്രമാണ്. അവിടെ അദ്ദേഹം ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ഗോപൻ സ്വാമിക്ക് എന്ത് പറ്റി എന്ന നിയമപരമായ അന്വേഷണത്തിന് കുടുംബം തടസ്സം നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. വെള്ളിയാഴ്ച വൈകിട്ടോടുകൂടി മിസ്സിംഗ് കേസ് എടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആദ്യം കുടുംബാംഗങ്ങളിൽ നിന്ന് മൊഴി തേടിയപ്പോൾ ഈ രീതിയിലുള്ള മൊഴിയാണ് മക്കളും ഭാര്യയും മരുമകളും അടക്കം പറഞ്ഞ കാര്യം. പക്ഷേ അതിലൊക്കെ വിചിത്രമായ സംഭവങ്ങൾ അരങ്ങേറിയതിന് പിന്നാലെ പോലീസ് ഈ കല്ലറ പൊളിച്ച് പരിശോധിക്കാൻ, അതല്ലെങ്കിൽ ഈ സമാധി
പൊളിച്ചു പരിശോധിക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നു. അതാണ് മിനിഞ്ഞാന്ന് നമ്മൾ കണ്ടത്. അതിനാടകീയമായിട്ടുള്ള സംഭവങ്ങൾ, ആ ബന്ധുക്കൾ പറഞ്ഞ ചില കാര്യങ്ങളിലൊക്കെ വൈരുദ്ധ്യങ്ങൾ. ഇതോടുകൂടി ഈ വിഷയം മറ്റൊരു തരത്തിലേക്ക്, മറ്റൊരു പോളറൈസേഷനിലേക്ക് കാര്യങ്ങൾ പോയി. കല്ലറ പൊളിക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗം, കല്ലറ പൊളിക്കരുത് എന്ന് പറയുന്ന വിഭാഗം. ചില ഹൈന്ദവ സംഘടനകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട കല്ലറ പൊളിക്കുന്നതിന് മുൻപ് കുടുംബത്തിന് സമയം കൊടുക്കണം, അവർക്ക് നോട്ടീസ് നൽകണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. ഒടുവിൽ ആദ്യ നീക്കത്തിൽ നിന്ന് ജില്ലാ ഭരണകൂടവും പോലീസും പിന്മാറുന്നു. ശേഷം ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന കല്ലറ പൊളിക്കരുതെന്നുള്ള ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഇന്ന് ഹൈക്കോടതി നടത്തിയ ചില ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ചില നിരീക്ഷണമുണ്ട്, ഉയർത്തിയ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ ഒന്നാമത്തേത്, എവിടെ ഗോപൻ സ്വാമിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, അദ്ദേഹത്തിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്നുള്ളതായിരുന്നു കോടതി ഉയർത്തിയ ആദ്യ ചോദ്യം. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണം എന്നുള്ള കാര്യത്തിൽ നിയമ നടപടിയുമായി പോലീസിന് മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ള കാര്യം കോടതി നിലപാടായി അറിയിക്കുന്നു. സമാധി പൊളിക്കാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ഇപ്പോൾ നടക്കുന്നത് സ്വാഭാവിക നടപടിക്രമമെന്ന് കോടതി പറഞ്ഞു. നിലവിൽ അന്വേഷണം നിർത്തിവെക്കാനോ നീട്ടിക്കൊണ്ടു പോകാനോ ആവില്ലെന്ന് കോടതി പറഞ്ഞു. ഹർജിയിൽ മറുപടി നൽകാൻ സർക്കാർ നോട്ടീസും നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം നടക്കുന്ന ഒരു മീറ്റിംഗിനെ കുറിച്ച് കൂടി SKN പറയാം. അതായത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നീക്കം ഉണ്ടായതോടുകൂടി തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും നെയ്യാറ്റിൻകര പോലീസും വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടത്തുകയാണ്. കല്ലറ നാളെ പൊളിക്കും എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെ ജില്ലാ ഭരണകൂടവും പോലീസുമുണ്ട്. ഇനിയുള്ളത് ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ അത് തടയാൻ വേണ്ടിയിട്ടുള്ള ചില മുൻകരുതലാണ്. ഒരുപക്ഷെ നാളെ പുലർച്ചയോടുകൂടി തന്നെ പോലീസ് വിന്യാസം അത് ഈ സംഭവ സ്ഥലത്ത്, സമാധി എന്ന് പറയുന്ന ആ സ്ഥലത്ത്, ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് പോലീസ് നടപ്പിലാക്കും. അതിനുശേഷം കല്ലറ പൊളിച്ച് ഏതാണ്ട് 8 മണിക്ക് ശേഷമായിരിക്കാം ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം കൊണ്ടുപോകും. അപ്പോൾ നമുക്കറിയാം ഇനി ഇതിലെ ഒരു ക്ലൈമാക്സ്, ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് SKN ഇപ്പോൾ എടുത്തിരിക്കുന്നത് മിസ്സിംഗ് കേസാണ്. ആ മിസ്സിംഗ് കേസ് മിസ്സിംഗ് FIR, മർഡർ FIR ആയി മാറുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ മരണം ആ സമാധി പീഠത്തിനകത്ത് വെച്ചാണ് സംഭവിച്ചതെങ്കിൽ സ്വാഭാവികമായും വീണ്ടും ദുരൂഹതയേറും. മർഡർ സാധ്യത പരിശോധിച്ച് തന്നെ പോലീസ് അന്വേഷണം നടത്തും. അതാണ് നിയമപരമായ നീക്കം. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ലൈമാക്സ് നാളെ ഉണ്ടാകും. നാടകീയ സംഭവങ്ങളും പ്രതീക്ഷിക്കാം. SKN എന്നാലും നാളെ കാണാം ഷഫീദ് റാവുത്തർ എന്തൊക്കെ സംഭവിക്കുന്നുള്ളൂ. താങ്ക് യു. ചന്ദ്രൻ ചിറയിൽ ചോദിക്കുന്നു, ഇന്ത്യൻ എക്സ്പ്രസ് അഭിമുഖത്തിൽ മുരളി തുമ്മാരുകൂടി കേരളത്തിൽ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റിനെ കുറിച്ച് പ്രതികരിച്ച് താങ്കൾ ശ്രദ്ധിച്ചോ? എന്താണ് SKNൻ്റെ അഭിപ്രായം? ഞാനത് ശ്രദ്ധിച്ചില്ല. കണ്ടിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അഭിപ്രായം പറഞ്ഞേനെ. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെ 10 കോടി രൂപ ചെലവിട്ട് മന്ത്രി P രാജീവും ചീഫ് സെക്രട്ടറിയും അടങ്ങുന്ന സംഘം സ്വിറ്റ്സർലൻഡിലേക്ക് ദാവോസിലെ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ 9 അംഗ സംഘം വിദേശത്തേക്ക് പോകുന്നത്. ചെലവിനായി നീക്കിവച്ചിരിക്കുന്ന തുകയെ ബജറ്റ് ട്രഷറി നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കിയതായും ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ക്ഷേമാനുകൂല്യങ്ങൾക്കും നിത്യനിദാന ചെലവുകൾക്കും പണമില്ലാത്ത പ്രയാസം നേരിടുന്ന ഘട്ടത്തിലാണ് വ്യവസായ മന്ത്രി P രാജീവ്, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എന്നിവരടക്കം 9 അംഗ സംഘം സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്നത്. വകുപ്പുകളുടെ ബജറ്റ് വിഹിതം പകുതിയായി വെട്ടിക്കുറയ്ക്കാനും ചെലവ് ചുരുക്കാനും ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും സ്വിസ് യാത്രയ്ക്ക് ഇതൊന്നും ബാധകമല്ല. ഈ മാസം 20 മുതൽ 25 വരെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 55ാം വാർഷിക സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിനാണ് വിദേശയാത്ര. വേൾഡ് എക്കണോമിക് ഫോറം ഒരു മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആയിരിക്കെ ചീഫ് സെക്രട്ടറി അടക്കം 5 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ എന്തിനാണ് പോകുന്നത് സംശയം ഭരണതലത്തിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട്. മന്ത്രി P രാജീവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും യാത്രാ സംഘത്തിലുണ്ട്. ഫോറത്തിൽ സംസാരിക്കുന്ന മന്ത്രി P രാജീവിന് വൈറ്റ് ബാഡ്ജും ഉന്നത ഉദ്യോഗസ്ഥർക്ക് ട്രാൻസ്ലേറ്റർ ബാഡ്ജും എടുക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. സാമ്പത്തിക ഫോറത്തിൽ 50 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള സ്റ്റാൾ ക്രമീകരിക്കുന്നുമുണ്ട്. ഇതിനായാണ് ഉദ്യോഗസ്ഥരെ കൊണ്ടുപോകുന്നതെന്നാണ് സർക്കാർ വിശദീകരണം. 10 കോടി രൂപ ചെലവഴിച്ച് 9 അംഗ സംഘം വിദേശത്തേക്ക് പോകുന്നത് ദൂർത്താണെന്ന് വിമർശനമുണ്ട്. 25 ലക്ഷം രൂപയ്ക്ക് മേൽ പിൻവലിക്കാനുള്ള ട്രഷറിയിലെ നിയന്ത്രണത്തിൽ നിന്നും പ്ലാൻ ഫണ്ട് ചെലവഴിക്കുന്നതിനുള്ള ബജറ്റ് നിർദ്ദേശങ്ങളിൽ നിന്നും യാത്രാ ചെലവിനെ ഒഴിവാക്കിയിട്ടുമുണ്ട്. യാത്രാ ചെലവിനുള്ള പണം മുൻകൂറായി കൈപ്പറ്റാനും അനുമതിയുണ്ട്. വിമാന ടിക്കറ്റ്, താമസം, ഭക്ഷണം തുടങ്ങിയ ചെലവുകൾക്കാണ് 10 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം. വിദേശയാത്രാ വിവാദത്തെ പരിഹസിച്ചും ന്യായീകരിച്ചും മന്ത്രി P രാജീവ്. വിദേശയാത്രയ്ക്ക് പോയാലും കുഴപ്പം, പോയില്ലെങ്കിലും കുഴപ്പം, എന്തു ചെയ്താലും കുറ്റമാണെന്നും P രാജീവ് 24നോട് പ്രതികരിച്ചു. പോയില്ലെങ്കിൽ കുഴപ്പം, പോയാൽ കുഴപ്പം, അതാണ് നമ്മുടെ നാട്ടിൽ പൊതു കുഴപ്പം. മന്ത്രി പറഞ്ഞതിലൊരു ചില്ലറ ശരിയുണ്ട് താനും കേട്ടോ. പെരിയ ഇരട്ടക്കൊലക്കേസ് നടത്തിപ്പിനായി CPM നടത്തുന്ന ഫണ്ട് സമാഹരണത്തെ P ജയരാജൻ ഇന്ന് ന്യായീകരിച്ചു. കള്ളക്കേസിൽ ഉൾപ്പെട്ട പ്രവർത്തകരെ സംരക്ഷിക്കുക എന്നത് പാർട്ടി നയമാണെന്ന് CPM ഉദുമയിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ P ജയരാജൻ തുറന്നു പറഞ്ഞു. കേസ് നടത്തിപ്പിനായി പാർട്ടി അംഗങ്ങളിൽ നിന്ന് 500 രൂപ വീതമാണ് ഇപ്പോൾ പിരിച്ചെടുക്കുന്നത്.
പെരിയ ഇരട്ടക്കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ CPM നേതാക്കൾക്കായി ഉദുമയിൽ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് P. ജയരാജൻ പാർട്ടി നിലപാട് വ്യക്തമാക്കിയത്. കള്ളക്കേസിൽ കുടുങ്ങിയ നേതാക്കളെ പാർട്ടി സംരക്ഷിക്കും. ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് പണപ്പിരിവ് നടത്തുന്നതെന്നും P. ജയരാജൻ. ഇന്നത്തെ പത്രവാർത്തയെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു, ഒരു പത്രം കൊടുത്തിരിക്കുകയാണ്, മാർക്സിസ്റ്റുകാർ ഫണ്ട് പിരിവ് തുടങ്ങുകയാണ്. CPMകാർ ഫണ്ട് തന്നെ പിരിക്കും, യാതൊരു സംശയവും വേണ്ട. എഴുതിയ പത്രങ്ങളോട് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ഫണ്ട് പിരിക്കും. ഇതിനു വേണ്ടി നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമാവുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ ഫണ്ട് പിരിക്കും. ജില്ലയിലെ 28,970 പാർട്ടി അംഗങ്ങളിൽ നിന്നാണ് CPM പണം പിരിക്കുന്നത്. ഓരോ പാർട്ടി അംഗവും നിർബന്ധമായും 500 രൂപ നൽകണമെന്നും സഹകരണ ബാങ്കിലും മറ്റും ജോലി ചെയ്യുന്നവർ ഒരു ദിവസത്തെ ശമ്പളം നൽകണമെന്നുമാണ് ജില്ലാ കമ്മിറ്റി നൽകിയ നിർദ്ദേശം. ഈ മാസം 20-നകം 2 കോടി രൂപ സ്പെഷ്യൽ ഫണ്ട് എന്ന പേരിൽ സമാഹരിക്കാനാണ് നീക്കം. ഇതിനിടെ പ്രതികളെ CPM സംരക്ഷിക്കുന്നത് കൊലപാതകികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമെന്ന് കോൺഗ്രസ് നേതൃത്വം. കൊലപാതകികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി നിയമപോരാട്ടം നടത്തുന്നതിന് വേണ്ടി 2 കോടി രൂപയോളം സമാഹരിക്കുക എന്ന് പറയുന്നത് വീണ്ടും CPM എതിരാളികളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയും എതിരാളികൾക്കെതിരായി അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രോത്സാഹന പ്രവർത്തനങ്ങളാണ് CPM പാർട്ടി നടത്തുന്നത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. ഇതിനിടെ പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച സംഭവത്തിൽ CPM നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. 24 കാസർഗോഡ്. മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറം കൊണ്ടോട്ടിയിൽ നവവധു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. ഭർത്താവ് അബ്ദുൽ വാഹിദിന്റെയും കുടുംബത്തിന്റെയും അതിശയത്തെ തുടർന്നാണ് ഷഹന മുംതാസ് ആത്മഹത്യ ചെയ്തത് എന്നാണ് ബന്ധുക്കൾ ഉയർത്തിയിരിക്കുന്ന പരാതി. ഷഹനയുടെ മരണത്തിൽ സ്വമേധയാ കേസെടുത്ത വനിതാ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഷഹാനയെ കണ്ടെത്തിയത്. ഭർത്താവിന്റെയും വീട്ടുകാരുടെയും മാനസിക പീഡനത്തെ തുടർന്നാണ് ഷഹാന ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബത്തിന്റെ ആരോപണം. നിറം കുറവാണെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്നും പറഞ്ഞ ഭർത്താവ് അബ്ദുൽ വാഹിദ ഷഹാനയെ നിരന്തരം അവഹേളിക്കുമായിരുന്നുവെന്നും കുടുംബം. വിവാഹബന്ധം വേർപ്പെടുത്താൻ നിർബന്ധിച്ചതോടെയാണ് ഷഹാന മാനസികമായി തളർന്നത്. പീഡനം തന്നെയാണ്. കാരണം കളറില്ല, ഒരു 10-20 ദിവസം കൂടെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. നേരത്തെ കണ്ട് വീട്ടിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം പിന്നെ വീട്ടുകാർ വന്ന് കണ്ടു. അതിനുശേഷം കല്യാണം നിശ്ചയിച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കൂടെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് കല്യാണം നിൽക്കാതെ കഴിഞ്ഞ് 20 ദിവസത്തോളം കൂടെ താമസിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നവരെ ഒരു പ്രശ്നമില്ല. അവനാൾ ഇവിടുന്ന് പോകുന്നവരെ ഒരു പ്രശ്നമില്ല. അതിനുശേഷമാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. ഷഹാനയുടെ കുടുംബത്തിന്റെ മൊഴി കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തി. 2024 മെയ് 27-നായിരുന്നു വിവാഹം. സംഭവത്തിൽ കൊണ്ടോട്ടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഷഹാനയുടെ മൃതദേഹം പഴയങ്ങാടി വലിയ ജുമായത്ത് പള്ളിയിൽ ഖബറടക്കി. 24 മലപ്പുറം. ലിജി ജോർജ് പറയുന്നു, മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയൂ, ധൈര്യമായി മുന്നോട്ട് പോകും. മറ്റൊരു സുഹൃത്ത് പറയുന്നു, രാജു പറയുന്നു, ഒരു കുഴപ്പമില്ല, നമ്മുടെ മേല ഗ്രാമം അടുത്ത ആളുകളെല്ലാം പിന്നിലുണ്ട്. മേല ഗ്രാമം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എത്രയോ ലക്ഷക്കണക്കിന് മലയാളി സുഹൃത്തുക്കൾ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അതേസമയം ഇത് അലോസരപ്പെടുന്ന ചില ആളുകൾ പറയുന്നു, ഞങ്ങൾ ഇനി 24 കാണില്ല. ഇപ്പം നമ്മൾക്ക് ഇങ്ങനെ അനാരോഗ്യകരമായ പ്രത്യേകിച്ച് ലൈംഗിക ചുവയുള്ള വാക്കുകൾ കൊണ്ട് അഭിപ്രായം എഴുതി അയക്കുന്നവർ ചാനൽ കണ്ടിട്ട് എന്ത് കാര്യം അല്ലേ? ഇനി ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ഇന്നത്തെ വാർത്താ പകൽ ഒരുപാട് വാർത്തകൾ വന്നുപോയൊരു പകലാണ് സംഭവിച്ചത്. ചില ആളുകൾക്ക് തന്നെ പകൽ വാർത്താ ചാനൽ കാണാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അതുപോലെ പകൽ കണ്ട വാർത്തകളുടെ വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല. അവർക്കെല്ലാവർക്കും വേണ്ടി വാർത്താ പകൽ. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ സഭാംഗങ്ങളുടെ കണക്കെടുക്കരുതെന്ന ഓർത്തഡോക്സ് സഭയുടെ ആവശ്യം സുപ്രീം കോടതി തള്ളി. കണക്കെടുത്ത് വിവരം മുദ്രവെച്ച കവറിൽ നൽകാൻ കോടതി നിർദ്ദേശം. CPM പ്രവർത്തകനായ കാട്ടാക്കട അമ്പലത്തിൻകാല അശോകൻ വധക്കേസിൽ 8 RSS BJP പ്രവർത്തകർക്ക് ശിക്ഷ വിധിച്ചു. 5 പേർക്ക് ഇരട്ട ജീവപര്യന്തവും 3 പേർക്ക് ജീവപര്യന്തവും ശിക്ഷ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുമതി നൽകിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം.
സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കാൻ ആലോചന. ചെക്ക് പോസ്റ്റുകൾ വഴി കൈക്കൂലി വാങ്ങുന്നുവെന്ന വിജിലൻസ് കണ്ടെത്തലിനെ തുടർന്നാണ് നീക്കം. GST വകുപ്പുമായി സഹകരിച്ചുകൊണ്ടുള്ള പുതിയ പരിശോധനയ്ക്ക് ആലോചന. 77ാം കരസേനാ ദിനത്തിൽ രാജ്യത്തിന്റെ സൈനിക ശക്തി വിളിച്ചോതി ആർമി പരേഡ്. ഏത് വെല്ലുവിളിയും നേരിടാൻ സൈന്യം സജ്ജമെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യൻ നേവിയുടെ കരുത്തുകൂട്ടി 2 യുദ്ധക്കപ്പലുകളും 1 മുങ്ങിക്കപ്പലും ഇന്ന് കമ്മീഷൻ ചെയ്തു. ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. കരാറിന്റെ കരട് ഹമാസ് അംഗീകരിച്ചെന്ന് റിപ്പോർട്ട്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സന്തോഷവാർത്ത പ്രതീക്ഷിക്കാമെന്ന് ഇസ്രയേലി ഉപവിദേശകാര്യമന്ത്രി. ഇംപീച്ച് ചെയ്യപ്പെട്ട ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് യോൾ അറസ്റ്റിൽ. അറസ്റ്റ് തടയാൻ യൂനിന്റെ വസതിക്ക് മുന്നിൽ 6000-ഓളം അനുയായികളെത്തി. നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ അറസ്റ്റ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി നമ്മുടെ വാൽകർഷണം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാഴ്ത്തുപാട്ട് കളം നിറഞ്ഞു. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ കെട്ടിടം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫ്ലെക്സ് വിവാദം കഴിഞ്ഞ ഉടനെ പാട്ട് വിവാദം വന്നു. വ്യക്തിപൂജ പാർട്ടി അനുവദിക്കുന്നില്ലെന്ന് പറയുന്നത് അണികൾ അങ്ങോട്ട് കേൾക്കുന്നില്ല. വാഴ്ത്തുപാട്ട് ആസ്വദിക്കുന്നത് അണികളോ അതോ അണികളുടെ നേതാക്കളോ? കാണാം എം അഫ്സലിൻ്റെ വാൽകർഷണം. ലോകത്തെ നല്ല മനുഷ്യൻ പിണറായി വിജയൻ. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന് ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് കഴിയുമ്പോഴേക്ക് എന്തൊക്കെ കാണേണ്ടി വരും. ഈ അസോസിയേഷൻകാര് ഒരു ഫ്ലക്സ് അടിച്ചു, അത് ചുരുട്ടി കൂട്ടേണ്ടി വന്നു. അടുത്തതൊരു പാട്ടായിരുന്നു. അത് ജയരാജന്റെ ബുക്കിന്റെ കഥ പറഞ്ഞ പോലെ എങ്ങനെയോ ലീക്കായി. ഒരു പാട്ട് നേരത്തെ ഇറങ്ങിയതിന്റെ പുകില് ഈ അസോസിയേഷൻകാര് അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നണേ. പോരാ, ആ വരികൾക്കൊന്നും ഒരു മൂർച്ച പോരാ. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ചതായിരുന്നു. സെക്രട്ടേറിയറ്റിലുള്ളവർക്ക് വേറെ പണിയൊന്നും ഇല്ലേന്ന് ചോദിക്കരുത്. ഈ പറയുന്ന തരത്തിലുള്ള വലിയ എതിർപ്പുകൾ ഉയർന്നു വരുമ്പോൾ അതിൻ്റെ ഭാഗമല്ലാതെ ഒരാൾ എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടർ എങ്ങനെ വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണത്. അതല്ലാതെ ഞങ്ങളാരും വ്യക്തിപൂജക്ക് നിന്നു കൊടുക്കുന്നയാളല്ല. വ്യക്തിപൂജയുടെ ഭാഗമായിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ആർക്കും നേടാനും കഴിയുന്നില്ല. പണ്ട് തിരുവാതിര കളിച്ച പോലെ സ്റ്റേജിൽ 100 വനിതകളെ അണിനിരത്തിയിട്ട് ഈ പാട്ട് പഠിക്കാനായിരുന്നു പരിപാടി. പാട്ടൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നു. പക്ഷെ സംഗതി ലീക്കായി. ഞാനൊരു ട്യൂൺ പാടാം. അല്ല, ഇത് തന്നെ വേണമെന്നില്ല. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മാറ്റങ്ങളെല്ലാം വരുത്താം. ഇതൊക്കെ കാണുമ്പോൾ ജയരാജൻ സഖാവിന് എന്തോ ചോദിക്കാണ്ട്. പണ്ട് PJ ആർമി ഒരു 2 വരി മൂളിന് ഇവിടെ എന്തൊക്കെ പുകിലാണ് നടന്നത്. പക്ഷെ പാട്ടിനോട് പാർട്ടിക്കുള്ള നിലപാട് വേറെയാണ്. എല്ലാവരും അങ്ങനെ പുകഴ്ത്തി പാടാൻ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. തൽക്കാലം ഒരാളെ മാത്രം പുകഴ്ത്തി പാടിയാൽ മതി. അതാണ് ഞങ്ങളുടെ പൊതു സമീപനം. ഇങ്ങനെ വാഴ്ത്തുപാട്ട് ഇറക്കണോല് ഒരു കാര്യം മനസ്സിലാക്കണം. വാഴ്ത്തുപാട്ട് പോയിട്ട് ഒരു ചിരി പോലും കിട്ടാത്തവരും ഈ നാട്ടിലുണ്ട്. പഴയ രാജകൊട്ടാരങ്ങളിൽ ഉണ്ടായിരുന്ന വിദൂഷകന്മാരെ പോലെ കുറേ ആളുകളെ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുക. അവർ മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരെ പോലെ ഈ പുതിയ രാജഭരണകാലത്ത്, പിണറായി ഭരണകാലത്ത് പുതിയ വിദൂഷക വേഷം കെട്ടി അത് ആടുകയാണ്. ഇങ്ങനെ വല്ല പാട്ടും നമ്മളെ സതീശേട്ടനെ കുറിച്ചെങ്ങാനും ഇറക്കിയാൽ അപ്പൊ കാണാം. എന്നെ കുറിച്ചാണ് ആരെങ്കിലും ഇതുപോലൊരു കവിത എത്തി പാടുവാണെങ്കിൽ ഞാൻ ഓടി രക്ഷപ്പെടും. ചുരുക്കി പറഞ്ഞാൽ 5-8 വർഷമായിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഇരുന്ന് മടുക്കുമ്പോൾ സഖാക്കൾ ഒരു 2 വരി മൂളിന് എന്തെങ്കിലൊക്കെ എത്ര പ്രശ്നം. എന്നാ പിന്നെ സാറിന് കേൾക്കാൻ വേണ്ടി ആ പാട്ടൊന്ന് പഠിക്കേ. ഭരണപക്ഷത്ത് മാത്രം ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരാണെങ്കിലും ഒന്ന് പാടിപ്പോകും. ആ സുഖം ഒന്നും കൂടെ ഉറപ്പിക്കണമെങ്കിൽ സുഖിപ്പിക്കണവരെ ഒന്ന് വാഴ്ത്തി പാടട്ടെ. മനസ്സിൻ്റെ മാറാല മാറ്റിക്കടന്നു വന്നു, കാലവർഷക്കെടുതിയാകെ മാറി എൻ്റെ നാടിൻ മനസ്സ് തെളിഞ്ഞു മിന്നി. ഒരു തലക്കെ കവിത, ഒരു തലക്കെ ജയരാജൻ സഖാവിനെ പോലുള്ളവരുടെ പുസ്തകത്ത്. ഇത് രണ്ടിനും കഴിയാത്തവരെ വാഴ്ത്തുപാട്ട് പാടാൻ
സെക്രട്ടേറിയറ്റിലെ എംപ്ലോയീസ് അസോസിയേഷനെ പോലുള്ളവരും ഇതെല്ലാതും കൂടെ അങ്ങോട്ട് ചേരുമ്പോൾ നന്മയുള്ള ലോകം. ലാൽ സലാം സഖാക്കളെ. ഈ വാൽകൃഷ്ണത്തോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. ഇനി